നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജാഅ റജുലുൻ അഅമാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ധനായ ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്നി കുന്തു വരീറൽ ബസരി, കണ്ണിന് അന്ധതയുള്ള മനുഷ്യനാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാ. വലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഒരാളുമില്ല റസൂലേ, എനിക്ക് മക്കളില്ല, കുടുംബമില്ല. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഒരാൾ പോലുമില്ല റസൂലേ. ഇഴജന്തുക്കൾ ഉള്ളതാകുന്ന ഈ മരുഭൂമിയിലൂടെ എന്നെ വല്ലാതെ അപഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു റസൂലേ. എന്റെ ജീവന് ഭീഷണിയാണ്, എന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു വന്നു പോകുമുള്ള ഭയപ്പാടാണ്. അഫൗറഖിസുലി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഇളവ് നൽകുമോ റസൂലേ, ഇളവ് നൽകുമോ ഹബീബേ? പള്ളിയിലേക്ക് ജമാഅത്തായി വസ്കരിക്കുന്നതിനെ തൊട്ട് എനിക്ക് ഇളവ് നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, നിനക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണോ? പള്ളിയിൽ വരാൻ പറ്റുന്നില്ല, ആരുമില്ലേ, കാര്യങ്ങളൊക്കെ നബിതങ്ങളെ തിരക്കാണ്, ആരുമില്ല, ഒരാൾ പോലും എന്നെ കൊണ്ടുവരാൻ പോലും ഇല്ല. കൈപിടിച്ചിട്ട് ഒരാൾ കൊണ്ടുവരാൻ മക്കളാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വന്നേനെ. എനിക്ക് ജമാഅത്ത് വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് തങ്ങളോടൊപ്പം ഉള്ള ജമാഅത്തൊക്കെ വലിയ റാഹത്താണ്. അൽഹംദുലില്ലാഹ് നിസ്കരിച്ചുകൊണ്ടിരുന്ന, പക്ഷേ പ്രായം കൂടി, കാലുകൾ തളരുകയാണ്, ശരീരത്തിന് ക്ഷീണമാണ്, എനിക്ക് രാവും പകലും ഒക്കെ ഇങ്ങനെ എത്തിപ്പെടാൻ പ്രയാസമാണ്, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പോലും ഒരാളുമില്ല. ഞാൻ ഈ വരുന്ന വഴിയില് മരുഭൂമിയിലൊക്കെ ഉള്ളതാകുന്ന വിഷപ്പാമ്പുകൾ എങ്ങാനും എങ്ങനെ കടിച്ചാല് തീർന്നു. മരുഭൂമിയിലൊക്കെ വലിയ വിഷപ്പാമ്പുകളുണ്ട്, അത് കടിച്ചാൽ തീർന്നു. പിന്നെ എന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതുകൊണ്ട് ആരുമില്ല എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. എനിക്ക് എപ്പോഴും ഇരുളടഞ്ഞ ജീവിതമാണ്, കണ്ണിന് അന്ധതയാണ്. അതുകൊണ്ട് റസൂലെ എനിക്കൊരു ഇളവ് നൽകണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ ഇളവ് നൽകിയിരിക്കുന്നു, ജമാഅത്തിന് വരണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. കണ്ണ് കാണാത്ത മനുഷ്യനാണ്. ഫലമ്മാ തവല്ലാ, ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് രണ്ടടി അങ്ങോട്ട് നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്, നാദാഹു. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അതസ്മഉൻ നിദാ, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കോലി നിന്റെ കർണപുടത്തിൽ അലയൊലി കൊള്ളുന്നുണ്ടോ? കൊള്ളുന്നുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുമ്പോ സ്വഹാബി വര്യനെ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, കണ്ണിന് അന്ധത ബാധിച്ചവനാണ്, കാതിന് കുഴപ്പമില്ലാത്തവനാണ് റസൂലേ, പൂർണ്ണമായി കേൾക്കാം ഹബീബേ, ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഫഅജിബ് ലിസ്സലാ, ഫഅജിബ് ലിസ്സലാ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കൊലി കേൾക്കുന്നതായ നിനക്ക് ഇനി നിനക്ക് ഉറങ്ങാൻ ചാൻസ് ഇല്ല. നീ ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിൽ വരൽ നിർബന്ധമാണ്. ആര് തന്നെ നിന്നെ നയിച്ചു കൊണ്ടുവരാനില്ല എങ്കിലും എന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ പരിസരങ്ങളിൽ വീട് വെച്ചുകൊണ്ട് മനോഹരമായി ഉറങ്ങുന്ന
നടക്കുന്ന മുസ്ലിമേ, നിനക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല കേട്ടോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അമ്പരചുംബികളായ മണിമേടുകൾ വെച്ച് മാളിക സൗധങ്ങൾ പണിതുയർത്തി സുന്ദരമായ ജീവിതം കഴിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു 20 കൊല്ലങ്ങൾക്കപ്പുറത്തേക്കൊന്ന് ചിന്തിക്കണേ. ദാരിദ്ര്യമല്ലേ, ദാരിദ്ര്യമല്ലയോ? എത്രയേറെ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞുപോയത്, എത്രയേറെ പ്രയാസങ്ങളാണ് അല്ലാഹു നൽകിയത്. ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി സംശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് നൽകിയില്ലേ, നൽകിയില്ലേ? പൂർവസൂരികൾ വെച്ച് നൽകിയതാകുന്ന മനോഹരമായ പള്ളികൾ ഇബാദത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ പോലും താല്പര്യമില്ലാതെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആഖിറം നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം ഉൾക്കൊള്ളണേ, കേൾക്കണേ. അന്ധനായ സ്വഹാബി വര്യനോട് പോലും നിന്നെ നയിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പോലും ഇല്ലെങ്കിലും ബിലാൽ ഇബ്നു റബാഹിന്റെ ബാങ്കുലി നിന്റെ കർണപുടത്തിലെ കലകൾ കൊള്ളുന്നുണ്ടെങ്കിൽ പരിപൂർണമായി ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിൽ വരൽ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.